DMK രാജ്യദ്രോഹികൾ 2026 തമിഴ്നാട്ടിൽ NDA സർക്കാർ എന്ന് അമിത് ഷാ. 2026 തമിഴ്നാട്ടിൽ NDA സർക്കാർ ഉണ്ടാക്കുമെന്നും രാജ്യദ്രോഹികളായ DMKയുടെ ഭരണം തമിഴ്നാട്ടിൽ നിന്ന് തൂത്തെറിയുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. समय आ गया है तमिलनाडु में DMK की ये देश विरोधी और भ्रष्टाचारी सरकार को समाप्त करने का. BJPയുടെ ജില്ലാ ഓഫീസുകൾ ഉദ്ഘാടനം ചെയ്ത് കോയമ്പത്തൂരിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടുംബ രാഷ്ട്രീയവും അഴിമതിയും നമ്മൾ അവസാനിപ്പിക്കും. സംസ്ഥാനത്തെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളെ വേരോടെ പിഴുതെറിയും. മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ലഭിച്ചതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെ BJP തമിഴ്നാട്ടിൽ അധികാരത്തിലെത്തുമെന്നും അമിത് ഷാ പറഞ്ഞു. सभी लोग नए उत्साह के साथ लवरेज होकर पैरों में गति लाकर तमिलनाडु के अंदर NDA की सरकार बनाने के लिए अपनी कमर कस ले. 26 में तमिलनाडु में NDA की सरकार बनने जा रही है. തമിഴ്നാട്ടിൽ ഭാഷാ വിവാദം കത്തി നിൽക്കുന്നതിനിടെ തമിഴിനെ ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന ഭാഷകളിലൊന്ന് എന്ന് അമിത് ഷാ വിശേഷിപ്പിച്ചു. തമിഴ് ഭാഷയിൽ സംസാരിക്കാൻ സാധിക്കാത്തതിൽ മാപ്പ് ചോദിച്ചുകൊണ്ടാണ് അമിത് ഷാ തന്റെ പ്രസംഗം ആരംഭിച്ചത്. ഹിന്ദി നിർബന്ധമാക്കുന്ന കേന്ദ്രത്തിന്റെ പുതിയ വിദ്യാഭ്യാസ നയത്തിനെതിരെ DMKയും സ്റ്റാലിനും കടുത്ത നിലപാടുമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് അമിത് ഷായുടെ തന്ത്രപരമായ പ്രസംഗം.